എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചടയമംഗലത്തുള്ള ജടായുപ്പാറയിലാണ്. ജടായു എന്ന് പേര് വരാൻ കാരണം നമ്മുടെ രാമായണത്തിലെ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ജടായു സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ലങ്കേശ്വരനായ രാവണൻ ജടായുവിൻ്റെ ചിറക് കട്ട് ചെയ്യാൻ ശ്രമിക്കുകയും അത് ചിറകറ്റ് ഒരു മലയുടെ മുകളിൽ വന്ന് പതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ മലയുടെ മുകളിൽ വന്ന് പതിച്ച സ്ഥലമാണ് ജടായുപ്പാറ. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ചടയമംഗലം എന്നുള്ള പേര്. നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചറാണ് ഈ ജടായുപ്പാറ കേട്ടോ. അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം. ഇന്നിപ്പോൾ അവധി ദിവസമായ കാരണം നല്ല തിരക്കാണ്. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എപ്പോൾ നമുക്ക് ടിക്കറ്റ് എൻട്രി കിട്ടി അകത്ത് കയറാൻ കഴിയുന്നുള്ളത് അറിയില്ല. ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് നമ്മുടെ ഈ ജടായു എർത്ത് സെൻറ്റർ. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസും അതുപോലെ തന്നെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാട് സെക്യൂരിറ്റികളുണ്ട് കേട്ടോ. ഇവിടെ എൻട്രിക്ക് വരുന്ന ഫീ വരുന്നത് 295 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ കേബിൾ കാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്സ്റ്റെയറിൽ പോയിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം. അതിന് വരുന്നത് ഒരാൾക്ക് 315 രൂപയാണ്. പിന്നെ ഇവിടെ വാക്ക് വേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നടന്ന് കയറാം. നമുക്ക് ഒരു 826 സ്റ്റെപ്പുകൾ മുകളിലേക്ക് നടന്ന് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് 354 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഫെയർ. ഇവിടെ താഴെ തന്നെ നല്ല അടിപൊളി ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത് 10 മുതൽ 4:30 വരെയാണ്. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് മാത്രമാണ് എൻട്രി ഫീ ആയിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പൈസ കരുതുക താഴെ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കാനായിട്ട്. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ, ബാഗുകൾ വലുത് ഒന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് നമുക്ക് താഴെ തന്നെ ക്ലോക്ക് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് അകത്ത് പോവാണ്. ഇവിടെയും നല്ലൊരു ക്യൂ തന്നെ കാണാനുണ്ട്. ഇവിടെ ജനക്കൂട്ടം നിയന്ത്രിക്കാനായിട്ട് നല്ല രീതിയിൽ സെക്യൂരിറ്റീനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് മാത്രമല്ല ഓൺലൈൻ പേയ്മെൻറ്റും ഇവിടെ നമുക്ക് സാധ്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 കേബിൾ കാറിൽ പെട്ട ഒന്നാണ് നമ്മുടെ ഈ ജടായു എർത്ത് സെൻറ്ററിലെ കേബിൾ കാർ. ടിക്കറ്റ് എടുത്ത ശേഷവും ഇവിടെ വെയിറ്റിങ്ങിൽ തന്നെയാണ്. കുറേ ആളുകൾ അവിടെ വെയിറ്റിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ പോയതിന് ശേഷമാണ്, കണ്ടില്ലേ, നമ്മളെ അകത്തേക്ക് അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവധി ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് മുകളിലെത്താനായിട്ട് അത്യാവശ്യം നല്ല സമയമെടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ അകത്തേക്ക് സീറ്റിലേക്ക് വിളിച്ച് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെയുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി കേട്ടോ. ഇവിടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കാനും പിന്നെ അതിൻ്റെ കോപ്പീസ് തരാനൊക്കെ ആയിട്ട്. ഫൈനലി അങ്ങനെ ഞാൻ കയറി മുകളിലെത്തി. ഏറ്റവും ടോപ്പിൽ 4ാമത്തെ നിലയിൽ ബോർഡിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോഴത്തെയും നല്ല ക്യൂ തന്നെയാണ്. കുറേ പേരൊന്നും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഊഴത്തിന് വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ ക്യൂ നിന്ന് കാത്തു നിൽക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കേബിൾ കാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കാത്തു നിന്ന് എൻ്റെ ഊഴം എത്തി. അങ്ങനെ ഞാനും കേബിൾ കാറിൽ കയറുകയാണ് കൂട്ടുകാരെ. ഇത് അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നിർത്തിയിടുന്ന പരിപാടിയൊന്നുമില്ല. ഇതിൻ്റെ ആ മൂവ്മെൻറ്റിൽ തന്നെ നമ്മൾ അതിലേക്ക് കയറണം. അപ്പോൾ പ്രായമായവർക്കൊക്കെ അതിലേക്ക് പെട്ടെന്നൊന്ന് ചാടിക്കയറാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെയാണ്. സ്റ്റാർട്ടിങ്ങിൽ വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. വളരെ ചെറിയൊരു മൂവ്മെൻറ്റാണ്. ഇതിൻ്റെ ബ്രേക്കൊക്കെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം വഴിയാണ്. ഇതിൻ്റെ ഏകദേശം ഉയരം, നമ്മുടെ ഈ ജടായുപ്പാറയിലേക്കുള്ള ഉയരം ഏകദേശം വരുന്നത് 1000 അടി ഉയരമാണ് കേട്ടോ. നമ്മൾ മാക്സിമം 1000 അടി ഉയരം വരെയാണ് നമ്മൾ ഈ കേബിൾ കാറിൽ പോകുന്നത്. താഴേക്കൊക്കെ നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണ് കേട്ടോ. നല്ല മരങ്ങളും കാടുകളും മലകളും ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഇതിൽ മൊത്തം ഒരു 8 പില്ലർ, ഇങ്ങനെ കാണുന്ന ഒരു 8 പില്ലറാണ് അങ്ങെത്ത് വരെ ഉള്ളത്. ആദ്യമായിട്ട് ഈ കേബിൾ കാറിൽ കയറുന്നവർക്ക് അതൊരു അവിസ്മരണീയമായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ.
ചിലർക്ക് പേടിയുണ്ടാവും. ഇതാ ഫ്രണ്ടിലെ കേബിൾ കാർ കണ്ടു, ഇങ്ങനെ ആടുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കാറ്റ് സമയമൊക്കെ വരുമ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ നിർത്തിയിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാലൻസിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് സമയം സ്റ്റില്ലാക്കി നിർത്തുന്നത്. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മഴക്കാലത്തൊക്കെ വരുമ്പോൾ ഇടിവെട്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഈ കേബിൾ കാർ പ്രവർത്തിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ ആ ഇടതുവശത്തായിട്ട് കണ്ടു നമ്മുടെ ഈ ജഡായുപ്പാറയുമായി ബന്ധപ്പെട്ട ഒരു ഹെലിപ്പാഡിൻ്റെ ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. അത്യാവശ്യ സമയങ്ങളിൽ ഹെലികോപ്റ്ററുകളുടെ സേവനം ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനാണ് ഈ ഹെലിപ്പാഡ് നിർമ്മിച്ചിട്ടുള്ളത്. തിരിച്ചു പോകുന്ന കേബിൾ കാറുകൾ കണ്ടു. നല്ല സ്പീഡിൽ പോയി തുടങ്ങിട്ടോ. കുറച്ചു നേരം സ്ട്രക്കായിരുന്നു, ഇപ്പൊ നല്ല സ്പീഡിൽ പോയി തുടങ്ങി. നമ്മുടെ ജഡായുപ്പാറയുടെ മുകളിലേക്ക് വാക്ക് വേ വഴി പോകുന്ന ആ ഒരു സ്റ്റെപ്പുകളാണ് ആ കാണുന്നത് കേട്ടോ. ആൾക്കാർ ഇതാ കയറി ഇറങ്ങിയൊക്കെ, കയറി പോകുന്നവരുണ്ട്, ഇറങ്ങി വരുന്നവരൊക്കെ നമുക്കിങ്ങനെ കാണാം. അങ്ങ് മുകളിൽ കാണുന്നതാണ് നമ്മുടെ ജഡായുപ്പാറയുടെ ഡെസ്റ്റിനേഷൻ. ഇതാ കാണുന്നത് കണ്ടു. സ്കൾപ്ചറിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ഇപ്പം ഇനി അധികം ദൂരമില്ല, പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്. നേരെ അപ്പുറത്താ കാണുന്നത് അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു ഭാഗമായ സിപ്പ് ലൈനിൻ്റെ ബോർഡിംഗ് പോയിൻ്റ് ആണ് കേട്ടോ. നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ജഡായു എർത്ത് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ രാമായണത്തിലെ ഇതിഹാസ പക്ഷിയായ ജഡായു എന്ന് പറയുന്ന പക്ഷിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു തീം പാർക്കാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മെല്ലെ നമുക്ക് ഈ കേബിൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഈ ഇറങ്ങുന്ന സ്ഥലത്താണെങ്കിലും അത്യാവശ്യം സെക്യൂരിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുന്നവരുടെ സുരക്ഷ ശ്രദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ട് അധികം ടെൻഷനൊന്നും ആർക്കും വേണ്ട. നമുക്ക് അങ്ങനെ പ്രസിദ്ധമായ നമ്മുടെ ഈ ജഡായു പാറയുടെ കാഴ്ചകളിലേക്ക് പോവാം. ഈ സ്കൾപ്ചറിനെ പറ്റിയിട്ട് ചരിത്രത്തിൽ നല്ലൊരു കഥയുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാമായണത്തിലെ ഒരു ഭാഗമായ ശ്രീരാമസ്വാമിയുടെ വനവാസകാലത്ത് സീതാദേവിയെ ലങ്കാധിപനായ ശ്രീരാവണൻ അപഹരിച്ചു കൊണ്ടുപോവുകയും അത് കണ്ട നമ്മുടെ ജഡായു അതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ രാവണൻ ദേഷ്യം വന്നിട്ട് ജഡായുവിൻ്റെ ചിറക് ഇങ്ങനെ വെട്ടും. അപ്പോൾ ചിറകറ്റ ജഡായു ഇവിടെ താഴെ വന്ന് പതിക്കും. ആ പാറയാണ് കേട്ടോ ഈ ജഡായു പാറ. അതുകൊണ്ട് തന്നെ ഈ പാറയമ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ടു വുമൻസ് സേഫ്റ്റി ആൻഡ് ഓണർ എന്നുള്ള കാര്യം. ഈ സ്ഥലത്തിന് ചടയമംഗലം എന്ന് പേര് വന്നതും അങ്ങനെയാണ് കേട്ടോ. ഇതിനകത്തൊരു മ്യൂസിയം ഒക്കെ വരാൻ പോകുന്നുണ്ട്. അതിങ്ങനെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി അകത്തേക്ക് എൻട്രി ഇല്ല. ശ്രീ രാജീവ് അഞ്ചലാണ് നമ്മുടെ ഈ ജഡായുവിൻ്റെ സ്കൾപ്ചറിൻ്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ വരുമ്പോൾ ഒന്നുകിൽ രാവിലെ നോക്കിയിട്ട് വരിക, അല്ലെങ്കിൽ ഏകദേശം ഒരു ഈവനിങ് ടൈം ഫോക്കസ് ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ നട്ടുച്ച നേരത്താവുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ശരിക്കും കറക്റ്റ് നട്ടുച്ച സമയമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള കാരണം നമുക്ക് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂവിൽ നിന്ന് ഇവിടെ എത്തിപ്പെടാൻ തന്നെ അത്യാവശ്യം സമയമെടുത്തു. അതുകൊണ്ട് നല്ല ഉച്ച സമയത്താണ് ഞാനിവിടെ വന്നു കയറിയത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര പദ്ധതിയാണ് നമ്മുടെ ഈ ജഡായു എർത്ത് സെൻറ്റർ. നമ്മുടെ ഈ ശില്പത്തിന് ഏതാണ്ട് 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരമുണ്ട് കേട്ടോ. നമ്മുടെ ജഡായുവിൻ്റെ സ്മരണാർത്ഥം ONV കുറുപ്പ്
ഇവിടെ നല്ലൊരു കവിത എഴുതി വച്ചിട്ടുണ്ട്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇവിടെ എല്ലാവർക്കും വായിക്കാവുന്ന രീതിയിൽ വച്ചിട്ടുണ്ട്. 2017 ഡിസംബർ 5-ാം തീയതിയാണ് നമ്മുടെ ഈ ജഡായുപ്പാറയുടെ ആദ്യത്തെ ഫേസിൻ്റെ ഓപ്പണിംഗ് ആയത് കേട്ടോ. പിന്നെ സെക്കൻഡ് ഫേസിൻ്റെ ഓപ്പണിംഗ് ആയത് 17 ഓഗസ്റ്റ് 2018. ഏകദേശം 100 കോടിയോളം ചെലവിട്ടിട്ടാണ് ഇതിൻ്റെ പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ ജഡായു എർത്ത് സെൻറ്ററിനെ ജഡായു നേച്ചർ പാർക്കെന്നും പറയാറുണ്ട് കേട്ടോ. ഏകദേശം ഒരു 64 ഏക്കറോളാണ് നമ്മുടെ ഈ പാർക്കിൻ്റെ ആകെയുള്ള വിസ്തീർണം. ഈ സ്കൾപ്ചറിനകത്തായിട്ട് ഏകദേശം ഒരു 15,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. ഈ കുന്നുംപുറത്തെ പാറക്കെട്ടുകൾ നിലനിർത്തിക്കൊണ്ട് ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ 12 കൊല്ലം എടുത്തിട്ടാണ് നമ്മുടെ രാജീവ് അഞ്ചൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിനകത്തൊരു 6Dയുടെ തിയേറ്ററും കൂടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന സ്റ്റേഡിയത്തിൽ ഒരുപാട് ഫെസ്റ്റുകൾ, പരിപാടികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ മുകളിൽ വന്നാലും ബാത്റൂം സൗകര്യം ഉണ്ട് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ഇവിടെ നല്ല അടിപൊളി ബാത്റൂം ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ലേഡീസിനും ജെൻസിനും വേറെ വേറെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രകൃതിയുടെ കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ഇവിടെ സഞ്ചാരികൾ വിവിധ തരത്തിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യലും കുട്ടികൾ കളിക്കലും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴും നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പക്ഷിയുടെ ശില്പത്തിൻ്റെ മേലേക്കൊന്നും കയറരുതെന്നൊക്കെ. ജഡായു ശില്പത്തിൻ്റെ തൊട്ട് പുറകിൽ തന്നെയായിട്ട് ഒരു രാമൻ്റെ അമ്പലമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് വഴിപാടുകളൊക്കെ ചെയ്യാനുള്ള ഒരു ലിസ്റ്റിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. രാമൻ്റെ ഒരു ഫോട്ടോ, പ്രസാദം എല്ലാം ഉണ്ട്. ഇവിടെ കൗണ്ടർ, ഇവിടെ ഇദ്ദേഹത്തെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ടോക്കൺ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക വഴിപാടാണ് വാനരൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. കുരങ്ങന്മാരങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കുക കാര്യങ്ങളൊന്നുമില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരുടെ അടുത്തും. പിന്നെ രാമക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം ഈ ഗ്ലാസ് ഇട്ടതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പാടില്ല. അത് കാരണം ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ, നോക്കത്ത ദൂരം വരെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ദാ ഇങ്ങനെ ഒരു മണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലം കാണാം കേട്ടോ. ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ജഡായുവിൻ്റെ ചിറകറ്റ് കിടക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ.
നമ്മുടെ ഈ സ്കൾപ്ചറിൻ്റെ പുറകുവശത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരുന്ന്, അതിൻ്റെ പുറകിൽ നല്ല തണലാണ് കേട്ടോ. തണലുള്ള ഒരു ഭാഗമാണ് കറക്റ്റ് വരുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ വിശ്രമിക്കലും കുറേ സമയം ഇങ്ങനെ ചിലവഴിക്കലും നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ നമുക്കിവിടെ കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ ജഡായു പാറയുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ച് വീണ്ടും ഇറങ്ങി പോകാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ നിൽക്കലൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. ക്യൂവിൽ നിന്ന് അകത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സീറ്റിംഗ് ആണ്. സീറ്റിംഗ് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ അങ്ങോട്ട് കേബിൾ കാർ വരുന്ന ആ ഒരു സെക്ഷൻ്റെ അവിടേക്ക് കുറച്ച് പേരെ മാറ്റും. പിന്നെ കാറ് വരുമ്പോൾ അതിനകത്തേക്ക് ചാടി കയറി ഇറങ്ങണം. ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 പാറകൾക്ക് ഇടയിലൊരു ചെക്ക് ഡാം നിർമ്മിച്ച് ജലം സംരക്ഷിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ത്രേതായുഗത്തിൽ പിറന്ന നമ്മുടെ ശ്രീരാമന് നമ്മളിപ്പോഴുള്ള മനുഷ്യരെക്കാൾ ഒരു 3 ഇരട്ടി വലുപ്പമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ ശ്രീരാമപാദത്തിൻ്റെ കാലിന് ഇത്ര വലിയ ഒരു കാലിൻ്റെ ഒരു അടയാളം നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇപ്പോൾ കേബിൾ കാറിൽ നിന്ന് മെല്ലെ ഇറങ്ങാം. ഇവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇറങ്ങി ചെല്ലുന്നത് 2nd ഫ്ലോറിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട ആൾക്കാർക്കൊക്കെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം. കേരള ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, റൈസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ഇറങ്ങാം. ഇറങ്ങിപ്പോകുമ്പോൾ പ്രത്യേകിച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊന്നുമില്ല. ചുറ്റിലുമുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രീതിയിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയാലേ ഈ മുള കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ കയറിപ്പോയത് അവിടേക്ക് തന്നെ ടിക്കറ്റ് എടുക്കുന്ന ആ ഭാഗത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നൊരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിക്കേണ്ടി വന്നു. വേറെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം ഇവിടെ ഇന്നൊരു ക്രിസ്മസ് ദിവസമായ കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് കയറി കാഴ്ചകൾ കണ്ട് മടങ്ങി വരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളുമായി പുതിയ വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.